ഓം തിരുവോണ നാളില് സമൃദ്ധമായിരിക്കുന്ന സദ്യ നമ്മൾ കഴിച്ച ശേഷം പിന്നീട് നേരെ വൈകുന്നേരമാകുമ്പോൾ സദ്യ കഴിച്ച് അല്പം വിശ്രമം, അത് കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോൾ സാക്ഷാൽ ആ വാമനമൂർത്തിയുടേതായിരിക്കുന്ന ആ വിജയത്തിന്റെ കാഹളം മുഴക്കുന്ന നാരായണ നാമങ്ങൾ ചൊല്ലണം എന്നാണ്. സാധാരണഗതിക്ക് അത് നേരെ ആ വേദങ്ങളിൽ പറഞ്ഞതായിരിക്കുന്ന ആ നാമങ്ങള്, അല്ലെങ്കിൽ സഹസ്രനാമം, ഭഗവാന്റെ സഹസ്രനാമം ജപിക്കാം. അത് നാടൻ ഭാഷയിൽ നേരെ സഹസ്രനാമങ്ങളും വൈദിക വിധികളും അറിയാത്തതായിരിക്കുന്ന ആളുകള് അത് കലാരൂപത്തിൽ അവതരിപ്പിക്കും. അപ്പൊ അതുകൊണ്ടാണ് നേരെ ആ തിരുവോണം നാളില് ഊണ് കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും തന്നെ ഒരുമിച്ച് നേരെ കൈകൊട്ടി പാട്ട് പാടുക എന്നുള്ള സമ്പ്രദായം. അത് കഴിഞ്ഞ് സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവര് നേരെ തിരുവാതിരക്കളി എന്ന് പറയുന്ന കൈകൊട്ടിക്കളിയാണത്. അപ്പൊ കൈകൊട്ടിയിട്ട് നേരെ ഓണത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന പാട്ടുകൾ ഇങ്ങനെ പാടും. അപ്പൊ ഓണപ്പാട്ടുകൾ പാടലാണ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒരു 3 മണിയോട് കൂടിയിട്ട് നേരെ എല്ലാവരും എല്ലാ ഗ്രഹത്തിലെയും ആളുകൾ ഒരുമിച്ച് വന്ന് ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഒരുമിച്ച് വരുന്ന നേരെ സ്ത്രീകള് കൈകൊട്ടി പാട്ട് പാടുകയും പുരുഷന്മാര് നേരെ അതനുസരിച്ചുള്ളതായിരിക്കുന്ന ഗാനങ്ങൾ, അപ്പോൾ ഓണത്തിന്റെ സമൃദ്ധിയുടെ ആ കഴിഞ്ഞ നാളുകളൊക്കെ പാടുന്നതായിരിക്കുന്ന പാട്ടുകള് അവര് ഒരുമിച്ച് പാടണം. അപ്പൊ അതിന് നേരെ പഴയ കാലത്തുള്ളതായിരിക്കുന്ന ആ നൃത്തരൂപത്തിലുള്ള കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് നേരെ ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊന്ന്, നേരെ ഊണ് കഴിഞ്ഞാല് ഇതെല്ലാം ആഹ്ലാദത്തിന്റെ സമൃദ്ധിയുടെ ആഹ്ലാദത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് നേരെ ആ തിരുവോണം കഴിഞ്ഞ് എല്ലാവരും തൊട്ടടുത്ത് പുഴയുണ്ടെങ്കിൽ പുഴയില് നേരെ വള്ളം തുഴഞ്ഞിട്ട് വള്ളം കളി വെക്കുക, വള്ളം കളി മത്സരങ്ങൾ വരാൻ കാരണം. അങ്ങനെയാണ് വള്ളം കളി മത്സരം തിരുവോണ ദിവസം നേരെ വള്ളം കളി മത്സരങ്ങൾ വരാൻ കാരണം തിരുവോണം ഊണ് കഴിഞ്ഞാല് പിന്നെ ആഹ്ലാദിക്കേണ്ട ദിവസമാണ്. അപ്പൊ ആ സമയത്താണ് നേരെ ആ തിരുവോണത്തിന്റെ നാരായണ നാമങ്ങളും അതേപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ആ കൃഷ്ണനാമങ്ങളൊക്കെ ജപിച്ചിട്ട് ആഹ്ലാദത്തില് പുരുഷന്മാരും സ്ത്രീകളൊക്കെ വട്ടം ചുറ്റി കളിക്കുകയും അതേപോലെ തുഴയാൻ അറിയാവുന്നവര് നേരെ വഞ്ചി തുഴഞ്ഞ് ആഹ്ലാദിക്കുകയും അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നവർ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അന്ന് വൈകുന്നേരം നേരെ സ്വന്തം വീട് വിട്ടിട്ട് കൂട്ടമായിട്ട് ഗ്രാമത്തിൽ ഒരുമിച്ച് വരണം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഗ്രാമവാസികളെല്ലാം തന്നെ പുരുഷനും സ്ത്രീയും എല്ലാം ഒരുമിച്ച് വന്ന കുട്ടികളെല്ലാം തന്നെ ഒരുമിച്ച് നേരെ ആഹ്ലാദിച്ച് കളിക്കേണ്ടതായിരിക്കുന്ന സന്ദർഭമാണ്. അപ്പൊ അതിനാണ് സാധാരണഗതിയിൽ പുതിയ സംഭവ വികാസങ്ങളിലെ കലാരൂപങ്ങളും മത്സരങ്ങളും അതേപോലെ ഓണക്കളി മത്സരങ്ങളും ഒക്കെ തന്നെ സംഘടിപ്പിക്കേണ്ടത്. അതായത് നേരെ തിരുവോണം ഊണ് കഴിഞ്ഞാല് സ്വന്തം വീട്ടില് സുഖമായിട്ട് കിടന്നുറങ്ങലില്ല, ഈ ആഹ്ലാദം പങ്കുവയ്ക്കലാണ് വേണ്ടത്. അപ്പോൾ ആഹ്ലാദം എല്ലാവരും കൂടി പങ്കുവയ്ക്കുന്ന സമയത്താണ് നേരെ പാട്ടുകളും അതേപോലെ സന്ധ്യാസമയമാകുമ്പോൾ എന്ത് ചെയ്യണം, സന്ധ്യാസമയത്ത് നേരെ ഭദ്രദീപം കൊളുത്തിയിട്ട് അപ്പോൾ അതിൻ്റെ ചുറ്റും ഇരുന്നു കൊണ്ട് നേരെ ഭഗവാന്റെ നാമങ്ങളുണ്ട്, ഹരിനാമ കീർത്തനമുണ്ട്, അതേപോലെ തന്നെ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ ജ്ഞാനപ്പാനയുണ്ട്, അതേപോലെയുള്ളതായിരിക്കുന്ന ആഹ്ലാദകരമായിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം തന്നെ നമുക്ക് ആലപിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ആ സമയത്ത് നേരെ ഈ കൃഷ്ണഗാഥ എന്ന് പറയും. അപ്പോൾ കൃഷ്ണഗാഥ എന്ന് വെച്ചാൽ കൃഷ്ണപ്പാട്ട് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ കർക്കിടക മാസം മുഴുവൻ തന്നെ രാമായണം വായിച്ചിട്ട് ഈ ചിങ്ങമാസത്തിൽ വായിക്കേണ്ടതായിരിക്കുന്നതാണ് കൃഷ്ണപ്പാട്ട് എന്നുകൊണ്ട് പറയാം. അപ്പോൾ അന്ന് ആ കൃഷ്ണപ്പാട്ടാണ് നേരെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന് പറയാം. അത് അമ്പലപ്പുഴ മഹാരാജാവിനെ പാടി കേൾപ്പിച്ചത് തിരുവോണ നാളുകളിലാണ്. അപ്പോൾ തിരുവോണം ഊണ് കഴിഞ്ഞിട്ട് നേരെ ആ കൃഷ്ണഗാഥ നേരെ ഒരുമിച്ച് ആലപിക്കുക അല്ലെങ്കിൽ പാരായണം ചെയ്യുക. ഇത് സന്ധ്യാസമയത്ത് ചെയ്യുന്നത് ഏറ്റവും അത്യുത്തമമാണ്. അതാണ് തിരുവോണം നാളില് നേരെ സദ്യ എല്ലാം കഴിഞ്ഞാല് കൃഷ്ണഗാഥ വായിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അത് നേരെ ഭഗവാന്റെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ആ ജനനം തുടർന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ബാലലീലയുണ്ട്, കുട്ടികളായിട്ട് കളിക്കുന്ന കളികളുണ്ട്,
ബാലലീലയും മറ്റെല്ലാ കാര്യങ്ങളും സ്വയംവരം വരെ, രുക്മിണി സ്വയംവരം എല്ലാം അതില് മാറി മാറി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. അതാണ് സന്ധ്യാസമയത്ത് കൃഷ്ണഗാഥ വായിക്കുക, കൃഷ്ണഗീതങ്ങൾ പാടുക, കളിക്കുക. ഇതെല്ലാം തിരുവോണ നാളിന്റെ പ്രത്യേകതയാണ്. അപ്പോ സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ്. കാരണം തിരുവോണം എന്നുള്ളത് ദേശീയോത്സവമാണ്. അപ്പോൾ സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മയായിട്ട് മാറുന്നതും അതേപോലെ ഭക്തി സാന്ദ്രമാകുന്നതും ആ സമയത്താണ്. അതാണ് തിരുവോണത്തിന് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പോകേണ്ടത് ഗ്രാമത്തിന്റെ ആ പ്രധാന സ്ഥലത്തേക്ക്. ചിലപ്പോൾ ക്ഷേത്രമാകാം, അല്ലെങ്കിൽ ഗ്രാമത്തിന്റെ ഏതെങ്കിലും ഒരു വീതിയാകാം, അല്ലെങ്കിൽ ഒരു പൊതുവായിരിക്കുന്ന ഒരു മൈതാനമാകാം. അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടണം. ഒരുമിച്ച് സന്ധ്യയ്ക്ക് ഈ കൃഷ്ണഗാഥയെല്ലാം തന്നെ ആലപിക്കണം. അതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഈ തിരുവോണ നാളില് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ ശേഷം സന്ധ്യാസമയത്ത് ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ. സന്ധ്യാസമയമാകുമ്പോൾ നേരെ നമ്മള് കളികളെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് കൈകാൽ മുഖം കഴുകാം, കുളിക്കാം, അല്ലെങ്കിൽ മേല് കഴുകാം. തിരിച്ചു വന്നിട്ട് വീട്ടിലകത്തേക്ക് വന്നിട്ട്, കാരണം തിരുവോണം നാളില് നമ്മൾ സാക്ഷാൽ വാമനമൂർത്തിയെ നമ്മൾ ആരാധിച്ചു വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ആഹ്ലാദത്തോടുകൂടി ആഹാരം കഴിച്ചിട്ട് നമ്മൾ പോയിട്ട് എല്ലാവരും ഒരുമിച്ച് കളിച്ചു, എല്ലാവരും ഒരുമിച്ച് കൂട്ടായ്മ നടത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈകാൽ മുഖം മിനിമം കഴുകണം എന്നാണ്. അല്ലെങ്കിൽ കുളിക്കാവുന്നവർക്ക് കുളിക്കാം. പുഴയിൽ പോയി കുളിച്ച് ശുദ്ധമായിട്ട് നേരെ സ്വന്തം ഗൃഹത്തില് ഭസ്മൊക്കെ പൂശി വന്ന് നേരെ വിളക്ക് കൊളുത്തണം എന്നാണ്. അപ്പോൾ വിളക്ക് കൊളുത്തുമ്പോൾ നേരെ അറവാതുക്കൽ വിളക്ക് കൊളുത്താം. അതല്ലെങ്കിൽ ഉമ്മറപ്പടിയിൽ, അറവാതുക്കൽ ഇല്ലാത്തവർക്ക് വീടിന്റെ പ്രവേശന ദ്വാരത്തില് നേരെ നിലവിളക്ക് കൊളുത്തണം. കഴിയുന്നതും നിലവിളക്ക് 5 തിരിയിട്ട് നേരെ നെയ്വിളക്ക് കൊളുത്തണം എന്നുള്ളതാണ് ശ്രേഷ്ഠത. നെയ്വിളക്ക് ഇട്ടിട്ട് നെയ്യ് നിറച്ച് 5 വിളക്ക് തിരിയിട്ടിട്ട് നേരെ ആ ചുറ്റും വിളക്കിന്റെ ചുറ്റും ഒന്ന് അണിഞ്ഞു വെക്കുക. അരിപ്പൊടി കൊണ്ട് അണിഞ്ഞ് അതിൽ കൊണ്ടുപോയി വെക്കണം. അവിടെ ഇരുന്നു കൊണ്ട് നേരെ സാക്ഷാൽ ഭഗവാനെ ആരാധിക്കണം. വൈകുന്നേരം നേരെ ഗ്രഹത്തില് നേരെ 5 തിരിയിട്ടതായിരിക്കുന്ന നെയ്വിളക്കാണ് കൊളുത്തേണ്ടത്. രാവിലെ 5 തിരിയിടാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് ആഹ്ലാദം കഴിഞ്ഞാൽ എന്താണ്, ഈ ആഹ്ലാദത്തിന്റെ മുഴുവനും ഐശ്വര്യവും നമ്മുടെ ഗ്രഹത്തിലേക്ക് ആനയിക്കണം. അതിന്റെ പ്രതീകമായിട്ടാണ് നെയ്വിളക്കും 5 തിരിയും നമ്മള് നേരെ വീട്ടില് നേരെ വിളക്ക് കൊളുത്തുന്നത്. സന്ധ്യാസമയത്ത് ആ വിളക്ക് കൊളുത്തി പിന്നെ പതിവ് സന്ധ്യാനാമങ്ങള് അതിന്റെ ചുറ്റുമിരുന്ന് നമ്മൾ ആലപിക്കേണ്ടതാണ്. അതാണ് സന്ധ്യയ്ക്ക് നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ.